ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. തൊഴിൽ വൈവിധ്യങ്ങൾ, അതായത് പലതരത്തിലുള്ള തൊഴിലുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. നമ്മൾ തൊഴിൽ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? വരുമാനത്തിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ആ വരുമാനത്തിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ആയിട്ടൊരു കവിത കൊടുത്തിട്ടുണ്ട്. പഠിപ്പു തീർന്നാൽ എന്ന് പറയുന്ന NV കൃഷ്ണവാര്യരുടെ കവിതയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഠിപ്പു തീർന്നാൽ, NV കൃഷ്ണവാര്യരുടെ കവിത. അപ്പോൾ ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം, പഠിപ്പു തീർന്നാൽ. അതാണ് കവിതയുടെ പേര്. ഇനി നമ്മൾ കൂലിയും ശമ്പളവും, നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ട് അല്ലേ, കൂലി വേറെ ശമ്പളം വേറെ. കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ കൊടുക്കുന്ന പ്രതിഫലമാണ്. അതായത് സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലത്തെ നമ്മൾ ശമ്പളം എന്നാണ് പറയുന്നത്. ഇനി പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകളുണ്ട്. അതായത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണ്. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വരുമാനമാണല്ലോ അല്ലേ. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയൊക്കെ ആസ്തിയാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് വാടക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അതെല്ലാത്തിനും നമ്മൾ ആസ്തികൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, കൃഷിക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നത് വിളയാണ്. കൃഷിക്ക് വരുമാനമായി ലഭിക്കുന്നത് വിളയാണ്. തൊഴിലിനാണെങ്കിൽ കൂലിയാണ് ശമ്പളം. ബിസിനസ് ആണെങ്കിൽ ലാഭമാണ്. ബാങ്ക് നിക്ഷേപമാണെങ്കിൽ പലിശ. ആസ്തികൾ വാടക അല്ലെങ്കിൽ പാട്ടം. നേരത്തെ പറഞ്ഞില്ലേ, കെട്ടിടങ്ങളൊക്കെ ആസ്തികളിൽ വരുന്നതാണ്. അപ്പോൾ അതിന് വാടക അല്ലെങ്കിൽ പാട്ടമാണ് ലഭിക്കുക. ഈ ഓഹരി നിക്ഷേപമാണെങ്കിലോ അതിന് ലാഭവിഹിതമാണ് ലഭിക്കുക. ഇനി വ്യക്തിഗത വരുമാനം, പലതരത്തിലുള്ള വരുമാനമാണ്. അതായത് ഒരാൾക്ക് ഒരു ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അല്ലാതെ തന്നെ പലതരത്തിലുള്ള വരുമാനം കിട്ടും അല്ലേ. നോക്കിയാൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് വിചാരിക്കുക, അയാൾക്ക് കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടും, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള വരുമാനം ലഭിക്കുന്നു. പലതരത്തിലുള്ള തൊഴിലുകളുണ്ട്. അതേപോലെ തന്നെ കാർഷിക തൊഴിലുകളുണ്ട്, കാർഷികേതര തൊഴിലുകളുണ്ട്. നമ്മുടെ 2022-23 എക്കണോമിക് റിവ്യൂ പ്രകാരം 46.5% പേരും ഏർപ്പെട്ടിരിക്കുന്നത് കാർഷിക തൊഴിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി, അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായിട്ട്, അതായത് പരുത്തി, ചണമൊക്കെ നമ്മൾ നാരിൽ സസ്യങ്ങൾ വളർത്തിയിട്ടല്ലോ, അതെല്ലാം എന്തിൽ വരുന്നു? കൃഷിയിൽ വരുന്നു. ഇനി കാർഷികേതര തൊഴിൽ പറയുമ്പോൾ ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, കെട്ടിട നിർമ്മാണം, ഇതൊക്കെ എന്തിൽ വരുന്നു? കാർഷികേതര തൊഴിൽ വരുന്നു. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള സ്വയം തൊഴിലുകളുണ്ടല്ലേ, പല സ്വയം തൊഴിൽ പദ്ധതികളുണ്ട് ഗവൺമെന്റിന്റെ. ഇതിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു 3 പദ്ധതിയാണ് നവജീവൻ. നവജീവൻ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതിയാണ് നവജീവൻ. കൈവല്യ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ്. അതുപോലെ ശരണ്യ എന്ന് പറയുന്നത് വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് കേട്ടോ. അതാണ് എന്താണ് പലതരത്തിലുള്ള തൊഴിൽ പദ്ധതികൾ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നവജീവൻ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്കാണ്. കൈവല്യ ഭിന്നശേഷിക്കാർക്ക്. ശരണ്യ എന്ന് പറയുന്ന വനിതകൾക്കുള്ള പദ്ധതിയാണ്. അത്രയാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, വസ്ത്രത്തിന്റെ നാൾവഴികൾ എന്നാണ് 4ാമത്തെ ചാപ്റ്റർ. അതായത് 3ാമത്തെ ചാപ്റ്ററിൽ തൊഴിലിനെ പറ്റി പറഞ്ഞിരിക്കുന്നെങ്കിൽ 4ാമത്തേല് വസ്ത്രം എങ്ങനെയൊക്കെയാണ് വസ്ത്രം നമുക്ക് എന്തിനൊക്കെ പ്രയോജനപ്പെടുന്നു എന്നെല്ലാം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള വസ്ത്രമാണ് അല്ലേ ഉപയോഗിക്കുന്നത്. തണുപ്പിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വസ്ത്രം ഉപയോഗിക്കുന്നത്. അതുപോലെ ചൂടിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നതിന് സഹായിക്കുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഒക്കെയാണ് നമ്മൾ വസ്ത്രം ഉപയോഗിക്കുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ നോക്കിക്കേ, മരത്തിന്റെ തോൽ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മൃഗങ്ങളുടെ തോലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ പുല്ല്, ഇലകള്, മൃഗങ്ങളുടെ തോല്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പും എല്ലും ഒക്കെയാണ് സൂചിയായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കി മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കി ഉപയോഗിച്ചു. ഓക്കെ. സിന്ധു നദീതടത്തിലെ വസ്ത്രം. ഇന്ത്യയിലെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. കഴിഞ്ഞ പാഠത്തിൽ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹരപ്പൻ സംസ്കാരം എന്ന് പറഞ്ഞില്ലേ, ധാന്യപ്പുരകളെ പറ്റിയിട്ട്. അപ്പൊ അതേപോലെ തന്നെ ഇതിൽ പറയുന്നത് പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായം അണിഞ്ഞ പ്രതിമകൾ കണ്ടോ. ഈ പ്രതിമയിലൊക്കെ കുപ്പായം അണിഞ്ഞ പ്രതിമകൾ കണ്ടോ. അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയതായിട്ട്
കരുതുന്നു എന്നാണ് പറയുന്നത്. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂൽ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. നമ്മൾ കണ്ടില്ലേ, നൂൽപ്പ് യന്ത്രമൊക്കെ കണ്ടില്ലേ, അതുപോലെ കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. അതുപോലെ തന്നെ നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ടാണ് വസ്ത്രങ്ങൾക്ക് നിറം നൽകിയത്. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. നോക്കിയ പരുത്തിയിൽ നിന്ന് പരുത്തിപ്പൂ ഉണ്ടായിരിക്കുന്നത്, അതിലിങ്ങനെ അതിനെ നൂലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ, ഇത് പരുത്തിയിൽ നിന്നുള്ള പരുത്തിയിൽ നിന്ന് നൂല് അങ്ങനെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ചണമാണെങ്കിലും ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു അതിന്റെ തണ്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രകൃതിദത്തമായ നാരാണ് ചണം. ലോകത്തെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാ തീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്നും ധാരാളമായിട്ട് ചണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പരുത്തിയെ പറ്റി നോക്കിയേ, ലോകവ്യാപകമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. പിന്നെ നീലം ചെടി കണ്ട, നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായമാണ് പിന്നീട് നീലത്തിൽ വിവിധ നിറക്കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ തോർത്തൊക്കെ നീലം മുക്കാൻ വേണ്ടി ഉപയോഗിക്കില്ലേ. നോക്കിയേ, നമ്മുടെ കേരളത്തിൽ നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ ഹാൻഡ് വീവർ ഒക്കെ അതൊക്കെ ഉണ്ടാവില്ല. കണ്ണൂര്, പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി, ഇതൊക്കെ പ്രധാന കൈത്തറി വ്യവസായ കേന്ദ്രങ്ങളാണ് കേട്ടോ. ഇനി നോക്കിയ സ്പിന്നിങ് ജെന്നി കണ്ട, നമ്മൾ നൂൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള യന്ത്രമാണ് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജെയിംസ് ഹർഗ്രീവ്സ് ജെന്നി, സ്പിന്നിങ് ജെന്നി ഹർഗ്രീവ്സ്. കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. അപ്പൊ സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കി. അടുത്ത് നോക്കിയ യന്ത്രത്തറി കണ്ട, എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. പവർലൂം ഉണ്ടല്ലോ, വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. അത് നോക്കി, യന്ത്രവൽക്കരണത്തിന്റെ ഫലമായിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കുവാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവർ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തിച്ച് വിറ്റഴിച്ചു. ഈ യൂറോപ്യന്മാർ നോക്കിയേ, ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. അറിയാലോ, 7 വൻകരകളുണ്ട്, അതിലൊന്നാണ് യൂറോപ്യൻ വൻകര, യൂറോപ്പ്. ഈ വൻകരയിലെ ജനങ്ങൾ തന്നെയാണ് യൂറോപ്യർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ. ആദ്യമായിട്ട് വാസ്കോ ഡി ഗാമ വന്ന കാര്യം നമ്മൾ പറയണ്ടായിരുന്നു. പിന്നെ ഡച്ചുകാർ അഥവാ നെതർലാൻഡ്സുകാർ, ഇംഗ്ലീഷുകാർ അഥവാ ഇംഗ്ലണ്ട്, ഫ്രഞ്ചുകാർ, ഫ്രാൻസ് എന്നിവർ ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. പിന്നെ നോക്കിക്കേ, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ കണ്ട, വൈവിധ്യമാർന്ന യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു. ഗുണമേന്മയും വൈവിധ്യവുമാർന്ന വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളും കാണുന്ന വർണ്ണവൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ആ രംഗത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ നോക്കിയേ. ഒന്നാമത് ഉൽപാദന ചെലവ് കുറഞ്ഞു. വസ്ത്ര ഉൽപാദനത്തിലെ ഉൽപാദനം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. ധാരാളം വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. മനുഷ്യർക്ക് ഒരുപാട് അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളുടെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം, ഇതൊക്കെ മാറ്റങ്ങളാണ്. വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയിലും ഗുണമേന്മയിലുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈടുനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. ഈ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ പ്രകൃതിദത്ത നാരുകളുണ്ട്, കൃത്രിമ നാരുകളുണ്ട്. പ്രകൃതിദത്ത നാരുകളാണ് നമ്മൾ കമ്പിളിയൊക്കെയില്ലേ, ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി, പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടുനൂല്, അതിൽ നിന്ന് പട്ടുനാര് നിർമ്മിക്കുന്നത്. സസ്യങ്ങളിൽ നിന്ന് പരുത്തി, ചണം,
ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചാണാരും നിർമ്മിക്കുന്നതൊക്കെ എന്താണ് പ്രകൃതിദത്തമായ നാരുകളാണ്. കൃത്രിമ നാരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്, പെട്ടെന്ന് ചുളിവ് ഉണ്ടാവുകയുമില്ല എന്ന മേന്മയും ഇതിനുണ്ട്. പോളിസ്റ്റർ, നൈലോൺ, റയോൺ ഇതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചേക്കുക. പെട്രോളിയം പോലുള്ള കൃത്രിമ രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി പലതരത്തിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ഇടുന്നത്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയാൽ സ്വെറ്റർ ആയിരിക്കും. പിന്നെ വക്കീലന്മാര്, പോലീസ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാലാവസ്ഥ, രോഗപ്രതിരോധം, നമ്മുടെ അധികാരം, നമ്മുടെ പദവി, തൊഴിലിനനുസരിച്ച് കണ്ടില്ലേ സിസ്റ്റർമാരൊക്കെ ഇടുന്നത്. അങ്ങനെ കാലാവസ്ഥ, ആചാരം, അധികാര സ്ഥലങ്ങൾ, തൊഴില്, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ എന്നിവയിലെല്ലാം വൈവിധ്യം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അനുയോജ്യമായ വസ്ത്രം, നമുക്ക് ദൂരം പോകാനുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക അല്ലേ. അപ്പോൾ പിന്നെ പ്രധാനമായിട്ടും വസ്ത്രവൈവിധ്യം നല്ല ഇതായിട്ട് കാണാൻ പറ്റുന്നത്, പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന മറ്റൊരു ഇത് കലാരംഗമാണ്. കഥകളിയുടെ വേഷം നോക്കിക്കേ, മോഹിനിയാട്ടത്തിൻ്റെ വേഷം, തെയ്യത്തിൻ്റെ വേഷം, ഒപ്പനയുടെ വേഷം, ചവിട്ടുനാടകത്തിൻ്റെ വേഷം, അങ്ങനെ പലതരത്തിലുള്ള വസ്ത്രധാരണ രീതിയാണ് നിലനിൽക്കുന്നത്. ഇത് നോക്കി, ഇതിൽ നമ്മൾ 1084 കൊല്ലവർഷം 1084, അതായത് 1859 നമ്മുടെ ഉത്രം തിരുനാൾ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകി ഉത്തരവിട്ട ആ ഒരു വിളംബരമാണ് എന്തിൽ കൊടുത്തിരിക്കുന്നത്, ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഉത്രം തിരുനാൾ രാജാവ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകി 1859 പുറപ്പെടുവിച്ച ഉത്തരവിനെയാണ് ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്, വിളംബരം കേട്ടോ. തെക്കൻ തിരുവിതാംകൂറിനെ പറ്റി എഴുതിയിരിക്കുന്ന നോക്കിയേ. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട രാജ്യമാണ് തിരുവിതാംകൂർ. 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ച് 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറി. ഇനി അവിടെ നടന്ന ഒരു സമരമാണ് മേൽമുണ്ട് സമരം. നോക്കിയേ, 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെടുന്ന സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് മേൽമുണ്ട് സമരം. അപ്പൊ നോക്കിയ, വസ്ത്രം ഒരു സമരായുധമായിട്ട് പലതവണ നമ്മൾ ഗാന്ധിജിയുടെ സമരത്തിൽ ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഖാദിയും ചർക്കയും നൂലുനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഒക്കെ നമ്മുടെ സമരത്തിന്റെ ആയുധമായിട്ട് ഗാന്ധിജി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായി മാറി. എന്താണ് ഈ സ്വദേശി പ്രസ്ഥാനം? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട്. ബ്രിട്ടീഷ് 1905 ഓഗസ്റ്റ് മാസം 7 ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉത്പാദന ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. ശ്രദ്ധിക്കണേ, സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. ഇനി ഖാദി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം 1905 ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നും ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വ്യവസായത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. നോക്കിയ, പുതിയ തരത്തിലുള്ള ന്യൂജൻ വസ്ത്രങ്ങളാണ് അല്ലേ ഇതൊക്കെ. വസ്ത്രധാരണ രീതിയിൽ മാത്രമല്ല, രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗിക്കുന്നതിലും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ നമ്മൾ മുൻഗണന താല്പര്യങ്ങൾക്കും നമ്മുടെ സൗകര്യങ്ങൾക്കും ഒക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്.
ഫാഷൻ ഡിസൈനിങ്, എംബ്രോയിഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയൊരു തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലയായിട്ട് വളർന്ന് വരുന്നുണ്ട്. നോക്കിയേ, നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായമുക്കൽ, നൂൽനൂൽപ്പ് ഇതൊക്കെ വസ്ത്രനിർമ്മാണ രംഗത്തെ പ്രധാനപ്പെട്ട തൊഴിലുകളാണ്. ഇനി പാഴ്വസ്ത്രങ്ങൾ കൊണ്ട് പരവതാനിയുമായി പ്രവൃത്തി പരിചരണ പ്രതിഭകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയാൽ പാഴ്വസ്ത്രങ്ങൾ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കുറേയധികം വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നുണ്ടല്ലേ, ഇത് ഉപയോഗിച്ചിട്ട് പല ടൈപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ഓരോന്ന് ഉപയോഗിച്ചിട്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഈ പാഠത്തിൽ പറയാനുള്ളത്. വസ്ത്രങ്ങളുടെ നിർമ്മാണത്തെ പറ്റിയിട്ടാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.